ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താർ ടൈമിലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെമ്മീൻ കിണ്ണത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് മാത്രമല്ല, നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും അതുപോലെ കൂന്തൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത് ചെമ്മീൻ വെച്ചിട്ടാണ്. അതുപോലെ കൂന്തൽ വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നമ്മളിത് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്നതുകൊണ്ടും പിന്നെ ചെമ്മീനൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചുണ്ടാക്കുന്ന സ്നാക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മടുപ്പൊന്നും തോന്നൂല. ചെമ്മീൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഓർമ്മയില്ലാതെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ചെറിയ പാൻ വെച്ചത് കൊണ്ടാണ് വേറെ പാനിൽ മസാല വഴറ്റിയെടുക്കുന്നത്. അതല്ല, ആദ്യം തന്നെ കുറച്ച് വലിയ പാനിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചെമ്മീൻ കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയാൽ മതിയായിരുന്നു. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. കുറച്ച് വലിയ പീസും അതുപോലെ കുറച്ച് ചെറിയ പീസും ഉണ്ടാകുന്ന രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങ ചേർത്താൽ പിന്നെ ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റ് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും പിന്നെ അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പെരിഞ്ജീരകം അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല റെഡിയായി. നമ്മൾ ഉപ്പ് ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ സവാള വഴറ്റുമ്പോഴും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത പൊടിയോ അല്ലെങ്കിൽ വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം ആദ്യം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം കറക്റ്റ് അളവായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ വരാൻ സാധ്യത ഉണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് വെള്ളം എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മാവ് നല്ല ചൂടാണ് ഉണ്ടാവുക, അപ്പോൾ കൈ പൊള്ളാതെ നോക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടൊന്ന് കുറയുകയും ചെയ്യും. നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെയാണ് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അതല്ല, നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടുന്നത് പോലെ വാട്ടിയെടുത്താലും ഇതുപോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ തിളച്ച വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തതേ ഉള്ളൂ. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഓരോ ഉരുളകളാക്കാം. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കിണ്ണത്തിൻ്റെ ഒരു ചെറിയൊരു ബൗളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. കൈ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അധികം കട്ടിയിൽ മാവ് ഒരുപാട് കട്ടിയിലല്ലാതെ വേണം ചെയ്യാൻ. മാവ് ഒരുപാട് കട്ടിയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ പൊട്ടിപ്പോവാനും സാധ്യത ഉണ്ട്. നമ്മൾ കയ്യിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ബൗൾ ശരിക്കും അവിടെ ഇരിക്കുന്ന പോലെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവ് വെച്ചിട്ടും ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഈ ഒരു അളവിൽ മാവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള ഒരു 10 അല്ലെങ്കിൽ ഒരു 11 ബൗളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക.
ഇനി നമുക്കിതിലേക്ക് ഓരോ ബൗളിലേക്കും നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഒരു 2-2.5 ടീസ്പൂണൊക്കെ ഫില്ലിങ്ങാണ് ഇതിൽ നിറക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്നാക്കൊക്കെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ സ്നാക്കും ഫില്ല് ചെയ്തതിൽ പിന്നെ നമുക്ക് ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ആവി കയറ്റി വേവിക്കുന്നത് പോലെ തന്നെ ഈ തട്ട് ആവി പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ ആവി കയറിയാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ചൂടൊന്നും മാറിയതിന് ശേഷം വേണം നമുക്കിത് ആ ആവിത്തട്ടിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ നമുക്കിത് അതിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇഫ്താർ ടൈമിലും അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സ്നാക്ക് കഴിക്കുന്നതിൻ്റെ മടുപ്പൊന്നും തോന്നാതെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.